ജപ്പാൻ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്തായിരിക്കും? ടൊയോട്ടയുടെയും സോണിയും ഒക്കെ അടങ്ങുന്ന വമ്പൻ ടെക്നോളജി, ചീറിപ്പായുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ, കൃത്യനിഷ്ഠയുടെ പര്യായമായ ജനങ്ങൾ, പിന്നെ രണ്ടാം ലോകമഹായുദ്ധത്തിൽ തകർന്നിട്ടും ലോകത്തെ വിറപ്പിച്ച ആ സാമ്പത്തിക ശക്തി. എന്നാൽ ആ ജപ്പാനെ നമ്മൾ ഇന്ത്യക്കാർ മറികടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. ജപ്പാനെ മാത്രമല്ല, ജർമ്മനിയെയും നമ്മൾ മറികടന്നു. അതും വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ 2025 സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. വെറും 5-10 വർഷം കൊണ്ടല്ല, വളരെ പെട്ടെന്നാണ് ഈ മാറ്റം സംഭവിച്ചത്. ഇത് വെറും തള്ളലല്ല. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ IMF പുറത്തുവിട്ട ലേറ്റസ്റ്റ് ഡാറ്റയും ട്രെൻഡുകളും വിരൽ ചൂണ്ടുന്നത് ഇതിലേക്ക് തന്നെയാണ്. വെറും സംഖ്യകളുടെ കളി മാത്രമല്ല ഇത്. ഒരു കാലത്ത് പാമ്പാട്ടികളുടെ നാട് എന്ന് പറഞ്ഞ് ലോകം പുച്ഛത്തോടെ കണ്ടിരുന്ന നമ്മുടെ രാജ്യത്തെ എങ്ങനെയാണ് ഒരു ദശാബ്ദം കൊണ്ട് UK-യെയും അതുപോലെ ഫ്രാൻസിനെയും ബ്രസീലിനെയും ഒക്കെ പിന്നിലാക്കി ഇപ്പോൾ ഏഷ്യയിലെ തന്നെ സമ്പന്നമായ അല്ലെങ്കിൽ വമ്പനായ ജപ്പാനെയും മറികടന്നുകൊണ്ട് ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറിയത്. അതുപോലെ അമേരിക്കയുടെ ഭീഷണികളെ അല്ലെങ്കിൽ ട്രംപ് എന്ന മന്നപ്പ് ബാധിച്ച കിളവന്റെ ഭീഷണികളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് അതിജീവിച്ചത്? നമ്മുടെ കടത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന പേടിപ്പിക്കുന്ന വാർത്തകളൊക്കെ സത്യമാണോ? ഇതെല്ലാം വളരെ വിശദമായി കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ആ ഹൈപ്പ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും. ആദ്യം നമുക്ക് ഈ എക്കണോമിയുടെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ ഇപ്പോൾ 2025 അവസാനിക്കാറായല്ലോ. IMF-ന്റെയും മറ്റ് സാമ്പത്തിക ഏജൻസികളുടെയും കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ നോമിനൽ GDP ഏകദേശം $4.3 ട്രില്യൺ കുതിക്കുകയാണ്. ജപ്പാൻ ആകട്ടെ ഏകദേശം $4.1 ട്രില്യൺ നിൽക്കുന്ന അവസ്ഥയാണ്. ജർമ്മനി നേരത്തെ തന്നെ ജപ്പാനെ മറികടന്നിരുന്നു. ഇപ്പോഴത്തെ നമ്മളും അവരുടെ തൊട്ടു പിന്നാലെ എത്തി. ചില കണക്കുകൾ പ്രകാരം അവരെ മറികടന്നു കഴിഞ്ഞു, ജർമ്മനിയൊക്കെ മറികടന്നു കഴിഞ്ഞു എന്നതാണ് സത്യം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉണ്ട്. ജപ്പാൻ സാമ്പത്തികമായി താഴോട്ട് പോകാൻ അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് ആകാൻ പ്രധാന കാരണം അവരുടെ ഏജിംഗ് പോപ്പുലേഷൻ ആണ്. അവിടെ വയസ്സായവരുടെ എണ്ണം കൂടുന്നു, പണിയെടുക്കാൻ ചെറുപ്പക്കാർ വളരെ കുറവാണ്. എന്നാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? നേരെ തിരിച്ചാണ് അവസ്ഥ. നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ യുവാക്കൾ തന്നെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യങ് വർക്ക് ഫോഴ്സ് ഉള്ളത് നമുക്കാണ്. ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആണ് നമ്മുടെ ഇന്ധനം എന്ന് പറയുന്നത്. GST വന്നതും അതുപോലെ ബാങ്കിങ് മേഖലയിലെ മാറ്റങ്ങളും UPI പോലുള്ള ഡിജിറ്റൽ വിപ്ലവങ്ങളും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അടിമുടി മാറ്റിമറിച്ചു. പണ്ട് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ല് ചോദിക്കാൻ മടിച്ചിരുന്ന നമ്മൾ ഇന്ന് ഫോൺ പേ വഴിയും ഗൂഗിൾ പേ വഴിയും എല്ലാം റെക്കോർഡ് ആക്കുന്നു. അസംഘടിതമായി കിടന്നിരുന്ന വലിയൊരു മേഖല പെട്ടെന്ന് ഫോർമൽ എക്കണോമിയുടെ ഭാഗമായി. ഇതാണ് നമ്മുടെ ഈ കുതിപ്പിന്റെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പലപ്പോഴും നോമിനൽ GDP ആണ് നോക്കാറ്. പക്ഷേ പർച്ചേസിംഗ് പവർ പാരിറ്റി അഥവാ PPP വെച്ച് നോക്കിയാൽ നമ്മൾ ഇതിനധികം തന്നെ ലോകത്തെ 3ാമത്തെ വലിയ ശക്തിയാണ്. ഇത് സിമ്പിളായി പറഞ്ഞാൽ അമേരിക്കയിൽ $1 കൊണ്ട് വാങ്ങാൻ കിട്ടുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ സാധനങ്ങൾ ഇന്ത്യയിൽ $1 കൊണ്ട് വാങ്ങാൻ സാധിക്കും. അതായത് നമ്മുടെ രൂപയുടെ മൂല്യം നാട്ടിൽ കൂടുതലാണ് എന്നുള്ളതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഇവിടെ 90 രൂപ കൊടുത്താൽ വയറ് നിറയ്ക്കാനുള്ള ഭക്ഷണം കിട്ടും. ഉദാഹരണത്തിന് നമ്മൾ ഒരു ഊണ് ഒരു കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കറികളും ചോറും ഒക്കെയായി സമൃദ്ധിയായി ഭക്ഷണം കഴിക്കാൻ ഒരു നേരം കഴിക്കാനായിട്ട് 90 രൂപ ലഭിക്കും. 90 എന്ന് ഞാൻ പറഞ്ഞത് കുറച്ച് കൂട്ടി പറഞ്ഞതാണ്, അതിനും കുറവിലും കിട്ടും. എന്നാൽ അമേരിക്കയിൽ $1 കൊടുത്താൽ അത് സാധ്യമാകണമെന്നില്ല. ഇത് നമ്മുടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നതിൻ്റെ സൂചന കൂടിയാണ്. പണ്ടൊരു സ്മാർട്ട് ഫോൺ എന്നത് ആഡംബരമായിരുന്നു എങ്കിൽ ഇന്ന് അത് ഒരു അത്യാവശ്യ ഘടകമായി മാറി. ഗ്രാമങ്ങളിൽ പോലും ഇന്റർനെറ്റ് എത്തി. ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ പർച്ചേസിംഗ് പവർ കൂടിയെന്നത് തന്നെയാണ്. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കറൻസിയായ yen വലിയ തകർച്ച നേരിട്ട വർഷങ്ങൾ കൂടിയായിരുന്നു കഴിഞ്ഞു പോയത്. അതും ഇന്ത്യക്ക് വലിയൊരു ഗുണമായി. സാമ്പത്തിക വളർച്ച മാത്രം പോരല്ലോ, നട്ടലുള്ള നയതന്ത്രവും ഒരു രാജ്യത്തിന് അത്യാവശ്യം തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ കുറച്ച് പിന്നിലേക്ക് പോയി ചിന്തിക്കേണ്ടത്. പണ്ട് ട്രംപ് ഭരണകൂടം ഇന്ത്യയെ വിളിച്ചിരുന്നത് താരിഫ് കിങ് എന്നായിരുന്നു. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചുങ്കം അഥവാ ടാക്സ് പിരിക്കുന്ന രാജ്യമെന്ന്. ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾക്ക് ഇന്ത്യ 100% ടാക്സ് ചുമത്തിയത് അന്ന് വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയുടെ നിലപാടിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ ലോകത്തിന്റെ കാഴ്ചപ്പാട് മാറുകയാണ്. നമ്മൾ ആരുടെയും ഭീഷണിക്ക് വഴങ്ങില്ല. സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം ഇന്ത്യ കൃത്യമായി വിനിയോഗിച്ചു എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത് യൂറോപ്പും അമേരിക്കയും നമ്മളോട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എന്താണ് ചെയ്തത്? വിലക്കുറവിൽ കിട്ടുന്ന എണ്ണ നമ്മൾ വാങ്ങി. കാരണം നമ്മുടെ ജനങ്ങൾക്ക് പെട്രോളും ഡീസലും കുറഞ്ഞ വിലയിൽ കൊടുക്കുക എന്നതായിരുന്നു നമ്മുടെ പ്രയോജനം.
പ്രയോറിറ്റി. ഈ ഒരു ധൈര്യം കാണിക്കാൻ പറ്റുന്നത് നമ്മൾ സാമ്പത്തികമായി ശക്തരായതുകൊണ്ട് മാത്രമാണ്. ഇനി മാനുഫാക്ചറിംഗ് മേഖലയ്ക്ക് വന്നാൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നത് വെറും ഒരു ലേബൽ മാത്രമല്ല. ഇന്ന് ആപ്പിളിൻ്റെ ഐഫോണുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, നമ്മളത് കയറ്റുമതി ചെയ്യാനും തുടങ്ങി. ടാറ്റ ഇലക്ട്രോണിക്സ് ഐഫോൺ നിർമ്മാണത്തിൽ വലിയൊരു പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. പണ്ട് ചൈനയായിരുന്നു ലോകത്തിൻ്റെ ഫാക്ടറി എങ്കിൽ ഇന്ന് പല കമ്പനികളും ചൈന +1 എന്ന പോളിസി എടുക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ഇന്ത്യയെ തന്നെയാണ്. സെമി കണ്ടക്ടർ ചിപ്പുകളുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ ആസാമിലുമൊക്കെ ആയിട്ട് വരാൻ പോകുന്ന ചിപ്പ് പ്ലാന്റുകൾ നമ്മുടെ ടെക്നോളജി സ്വപ്നങ്ങൾക്ക് ചിറക് നൽകും. 2025 ഈ പ്ലാന്റുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുക തന്നെയാണ്. ലാപ്ടോപ്പുകളും ടാബ്ലറ്റുകളും ഇറക്കുമതി ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതും ഇത് അവിടെ തന്നെ ഉണ്ടാക്കാൻ കമ്പനികളെ നിർബന്ധിതരാക്കിയതും വലിയൊരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. പ്രതിരോധ മേഖലയിൽ വന്ന മാറ്റമാണ് ഏറ്റവും വലിയ നേട്ടമായി പറയാനുള്ളത്. ആത്മനിർഭർ ഭാരത് എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യം തന്നെയാണ്. അത് വെറും ഒരു മുദ്രാവാക്യമാണോ? അല്ല എന്ന് തെളിയിക്കുന്നതാണ് തേജസ് യുദ്ധവിമാനങ്ങൾ. പണ്ട് റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും വിമാനം വരാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ സ്വന്തമായി വിമാനം ഉണ്ടാക്കുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് 97 തേജസ് MK1A വിമാനങ്ങളുടെ ഓർഡർ കിട്ടിയത് നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. ഇതിന്റെ ഡെലിവറികൾ തുടങ്ങുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴും. ഇതിലെ 60-70% പാർട്സുകൾ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ആധുനിക റഡാറുകളും മിസൈലുകളും എല്ലാം നമ്മൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്യുന്നു. പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ ഇറക്കുമതി നിരോധിച്ചുകൊണ്ട് നെഗറ്റീവ് ലിസ്റ്റുകൾ ഇറക്കുകയാണ്. തോക്ക് മുതൽ മിസൈൽ വരെ ഇനി ഇന്ത്യയിൽ ഉണ്ടാക്കിയാൽ മതി എന്ന കർശന നിലപാട്. ഇത് നമ്മുടെ പണം രാജ്യത്ത് തന്നെ നിൽക്കാനും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാകാനും സഹായിക്കും. റോക്കറ്റ് വിടുന്ന കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ റോക്കറ്റിന്റെ തലച്ചോറ് അതാണ് മൈക്രോ പ്രോസസ്സറുകൾ. പണ്ട് നമ്മൾ ഇതിനും വിദേശികളെ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ISRO സ്വന്തമായി ചിപ്പുകൾ ഉണ്ടാക്കി തുടങ്ങി. മാത്രമല്ല ഗഗൻയാൻ ദൗത്യത്തിന്റെ അവസാനഘട്ട പരീക്ഷണങ്ങളിലാണ് നമ്മൾ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ആ വലിയ സ്വപ്നത്തിന് തൊട്ടരികിലാണ് നമ്മൾ നിൽക്കുന്നത്. ബഹിരാകാശ വിപണിയിലും ഇന്ത്യ വലിയൊരു മത്സരാർത്ഥിയായി മാറിക്കഴിഞ്ഞു. വിദേശ ഉപഗ്രഹങ്ങളെ കുറഞ്ഞ ചെലവിൽ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ നമ്മളോളം പോകുന്ന വേറൊരു ടീം ഇല്ലെന്ന് തന്നെ പറയാം. ഇലോൺ മസ്കിന്റെ SpaceXനെ പോലും വെല്ലുവിളിക്കാൻ അല്ലെങ്കിൽ വെല്ലുവിളി ഉയർത്താൻ നമ്മുടെ ചെറിയ സ്റ്റാർട്ടപ്പുകൾക്ക് കഴിയുന്നുണ്ട് എന്നതും അഭിമാനകരമാണ്. സ്കൈ റൂട്ട് പോലുള്ള പ്രൈവറ്റ് കമ്പനികൾ ഈ രംഗത്ത് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഡിജിറ്റൽ ഇന്ത്യയുടെ കാര്യം പറയാതെ വയ്യ. UPI ഇതിപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ്. 2024 നമ്മൾ കണ്ട റെക്കോർഡുകൾ 2025 പഴങ്കഥയായി മാറി. പ്രതിമാസം 2000 കോടിയിലധികം ഇടപാടുകളിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കണം ഇതിന്റെ വോളിയം എത്ര വലുതാണ് എന്നുള്ള കാര്യം. ഫ്രാൻസിലെ ഈഫൽ ടവറിലും സിംഗപ്പൂരിലും UAEയിലും ശ്രീലങ്കയിലും ഒക്കെ ഇപ്പോൾ UPI സ്കാൻ ചെയ്ത് കാശ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പണ്ട് വിദേശത്ത് പോയാൽ കറൻസി മാറാൻ നടന്നിരുന്ന നമ്മൾക്ക് ഇനി ഫോൺ മാത്രം മതി എന്നതാണ് സത്യം. ഇതാണ് യഥാർത്ഥ ഡിജിറ്റൽ വിപ്ലവം എന്ന് പറയുന്നത്. ലോക രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയോട് ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും വലിയ ജനസംഖ്യയുള്ള രാജ്യത്ത് ഇത് നടപ്പിലാക്കിയതെന്ന്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇവിടെ ഒരു പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ ഇതിനെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്തിനാണ് UPI, അവരെങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ആളുകൾ എങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിക്കുക എന്ന് ചോദിച്ച ഒരു സാമ്പത്തിക വിപ്ലവനെ എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് ലോകത്തിന് മുമ്പിൽ മാതൃകയാണെന്ന് ആ മണ്ടനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാം ഇതൊക്കെ ശരിയാണ് മുതലാളി, പക്ഷേ ഇന്ത്യ വലിയ കടത്തിലല്ലേ എന്നുള്ളൊരു ചിന്തയൊക്കെ എല്ലാവർക്കും വരാം. ശ്രീലങ്കയെ പോലെ നമ്മളും തകരില്ലേ എന്നൊക്കെയുള്ള ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട്. അത് കളിയായിട്ടായിരിക്കാം പറയാം. സോഷ്യൽ മീഡിയയിൽ സ്ഥിരം വരുന്ന ചോദ്യമാണ് ഇതൊക്കെ. ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ കൃത്യമായി പഠിക്കേണ്ടത്. ഇന്ത്യയുടെ കടം കൂടിയിട്ടുണ്ടോ എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ആ കടത്തിന്റെ 96% ഇന്റർണൽ ഡെപ്റ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതായത് സർക്കാർ സ്വന്തം രാജ്യത്തെ ബാങ്കുകളിൽ നിന്നും LIC പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും പിന്നെ നമ്മൾ ഓരോരുത്തരും നിക്ഷേപിക്കുന്ന ട്രഷറി സേവിങ്സിൽ നിന്നും എടുക്കുന്ന കടമാണത്. ഇത് രൂപയിലാണ് തിരിച്ചടക്കേണ്ടത്. ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും പറ്റിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എടുത്തത് ഭൂരിഭാഗവും എക്സ്റ്റേണൽ ഡെപ്റ്റ് അഥവാ വിദേശ കടമായിരുന്നു. അത് ഡോളറിൽ തിരിച്ചടക്കണം. ഡോളറിന്റെ വില കൂടിയല്ല അവർ പെടും. ഇന്ത്യയുടെ വിദേശ കടം GDPയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ സേഫ് ആണ് എന്നതാണ് സത്യം. മാത്രമല്ല കടമെടുക്കുന്ന പണം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നത് പ്രധാനമാണ്. വീട്ടിലെ ചെലവിനും അരി വാങ്ങാനും കടമെടുത്താൽ നമ്മൾ മുടിയും. എന്നാൽ വീട് പണിയാനോ ബിസിനസ് തുടങ്ങാനോ ആണ് കടമെടുക്കുന്നതെങ്കിൽ നമ്മൾ അത് നല്ല കാര്യം തന്നെയാണ്. ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് അതാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അഥവാ CAPEX ലക്ഷക്കണക്കിന് കോടി രൂപയാണ് സർക്കാർ ഈ വർഷം ഓരോ വർഷവും വികസനത്തിന് മാറ്റിവെച്ചിരിക്കുന്നത്. റോഡുകൾ, പാലങ്ങൾ, വന്ദേ ഭാരത് ട്രെയിനുകൾ, മെട്രോ, തുറമുഖങ്ങൾ ഇതെല്ലാം ഭാവിയിലേക്കുള്ള നിക്ഷേപം തന്നെയാണ്. RBI പറയുന്നത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൽ മുടക്കുന്ന ഓരോ രൂപയും സമ്പദ് വ്യവസ്ഥയിൽ നല്ല രീതിയിൽ 2.5 രൂപയുടെ വളർച്ചയുണ്ടാകുമെന്നാണ്. ഇതിനെയാണ് മൾട്ടിപ്ലയർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. 2025 നമ്മൾ കാണുന്ന ഈ പുതിയ ഹൈവേകളെയും എക്സ്പ്രസ് ഹൈവേകളെയും ഒക്കെ നമ്മൾ റോഡുകളായിട്ടല്ല സാമ്പത്തിക വളർച്ചയുടെ പാതകളായിട്ടാണ് കാണുന്നത്. പിന്നെ ധനക്കമ്മി അഥവാ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാനും സർക്കാർ കൃത്യമായി ശ്രമിക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് അത് കൂടിയിരുന്നുവെങ്കിലും 2025 അത് 4.5% താഴേക്ക് എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അത് ഏറെക്കുറെ സാധ്യമാകുന്നുണ്ട് എന്നതാണ് സത്യം. ടാക്സ് കളക്ഷൻ
പ്രത്യേകിച്ച് GST കളക്ഷൻ ഓരോ മാസവും റെക്കോർഡ് ഇടുകയാണ്. ഇത് കാണിക്കുന്നത് സമ്പദ് വ്യവസ്ഥ സജീവമാണ് എന്ന് തന്നെയാണ്. ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, ബിസിനസ് നടക്കുന്നുണ്ട്. അതുപോലെ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചത് വഴി വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കൂടി. ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്ന് കരുതി എല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇനിയും നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. തൊഴിലില്ലായ്മ ഇപ്പോഴും ഒരു വലിയ പ്രശ്നമാണ്. യുവാക്കൾക്ക് അവരുടെ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലി കിട്ടാത്ത സാഹചര്യമുണ്ട്. വിലക്കയറ്റം, പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റം സാധാരണക്കാരെ ബാധിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം മറികടക്കാനുള്ള ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഇട്ട് കഴിഞ്ഞു എന്നതാണ് 2025 പ്രത്യേകത. സ്റ്റാർട്ടപ്പുകൾ വഴി പുതിയ തൊഴിലവസരങ്ങൾ വരുന്നു. അഗ്രികൾച്ചർ സെക്ടറിലും ടെക്നോളജി വരുന്നു. ഡ്രോൺ ദീദി പോലുള്ള പദ്ധതികൾ ഗ്രാമീണ മേഖലയിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതിനെല്ലാം അതിജീവിക്കാനുള്ള കെൽപ്പ് നമ്മുടെ എക്കണോമിക്കുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കാര്യങ്ങളെല്ലാം വളരെ വ്യക്തം തന്നെയാണ്. 2025 നമ്മൾ ജപ്പാനെ മറികടന്ന വർഷമാണ്. അതുപോലെ തന്നെ നമ്മൾ വലിയ ജർമ്മനിയെയും അങ്ങനെ പല രാജ്യങ്ങളെയും മറികടന്ന് നമ്മൾ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വക തർക്കവുമില്ല. എന്തായാലും വികസിത ഭാരതം എന്നുള്ളൊരു ചിന്ത, അങ്ങനെ ഒരു സ്വപ്നം നമ്മൾ അത്ര വൈകാതെ തന്നെ എത്തിപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.